ഓരോ ജീവനും വിലയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം വിളക്കുടിയിൽ നടന്ന സംഭവം. അതിജീവനത്തിനൊപ്പം നന്മ പറ്റാത്ത ഒരു മനുഷ്യനെയും ഇവിടെ കണ്ടു. വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയ കുട്ടിക്കുരങ്ങിന് രക്ഷകനായി ഓട്ടോറിക്ഷ ഡ്രൈവർ. കൊല്ലം വിളക്കുടി സ്വദേശി ഷാനവാസാണ് കുട്ടിക്കുരങ്ങിനെ മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയത്. കഴിഞ്ഞ ദിവസം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് മീനങ്കോട് എന്ന സ്ഥലത്താണ് കുട്ടിക്കുരങ്ങൻ വൈദ്യുതി കമ്പിയിൽ കുടുങ്ങി മരണത്തോടടുത്തത്. മറ്റു കുരങ്ങുകളോടൊപ്പം മരം ചാടുന്നതിനിടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്കുരങ്ങൻ അബദ്ധത്തിൽ വൈദ്യുതി കമ്പിയിൽ കുടുങ്ങുകയായിരുന്നു. രക്ഷപ്പെടാൻ തന്നാലാകുന്നതെല്ലാം അവൻ ചെയ്തു നോക്കി. രക്ഷപ്പെടാൻ നടത്തിയ ശ്രമത്തിനിടെ കുട്ടിക്കുരങ്ങന് വൈദ്യുതാഘാതമേറ്റു. സംഭവം കണ്ടുനിന്ന സമീപവാസിയായ സ്ത്രീ മുളങ്കമ്പ് കൊണ്ട് കുരങ്ങിനെ തട്ടി താഴെയിട്ടെങ്കിലും കുട്ടിക്കുരങ്ങന് അനക്കമില്ലാതെ അബോധാവസ്ഥയിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഇതുവഴി ഓട്ടോറിക്ഷ ഡ്രൈവറായ ഷാനവാസ് കടന്നുവന്നത്. ഷാനവാസ് ഉടൻ തന്നെ വനപാലകരെ വിവരമറിയിച്ചു. പക്ഷേ നിരാശ മാത്രമായിരുന്നു ഫലം. അവർ എത്തിയില്ല. ഇനിയും കാത്തുനിന്നാൽ ആ കുഞ്ഞു ജീവൻ നഷ്ടപ്പെടുമെന്നോർത്തതോടെ ഷാനവാസ് കുരങ്ങനെ ചാക്കിലാക്കി ഓട്ടോറിക്ഷയിൽ മൃഗാശുപത്രിയിൽ എത്തിച്ചു. അവന് വേണ്ട ചികിത്സകളെല്ലാം ഡോക്ടർ ഉടൻ തന്നെ നൽകി. വിശന്നിരുന്ന കുരങ്ങിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഷാനവാസ് ആഹാരവും വാങ്ങി നൽകി. രാവിലെ 9 മണിക്കാണ് ഇതിന് ഷോക്കടിച്ച് ലൈൻ കമ്പി തൂങ്ങിക്കിടക്കുമായിരുന്നു. സീത ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി കമ്പനി കുത്തിയത് തറയിടുകയും അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറെ അറിയുകയും അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചറിയിച്ചു ഇതേപോലെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഫോറസ്റ്റുകാരെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചായിരുന്നു, ഞാൻ വിളിച്ചായിരുന്നു. അവരും ഇതുവരെ 1 മണി വരെ ഒന്ന് നോക്കിയിട്ടും അവരെ കണ്ടിട്ടില്ല. അന്നേരം ഞാൻ അവിടെ വന്ന് ജോലി കഴിഞ്ഞ് വന്നു. അതിനൊരു ചാക്കി കെട്ടി നമ്മുടെ വിളക്കുടി മൃഗാശുപത്രിയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. കഴിയുമ്പം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരുടെയും ഷാനവാസിൻ്റെയും സമയോചിതമായ ഇടപെടലിൽ ആ കുട്ടിക്കുരങ്ങന് അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ഒപ്പം ഷാനവാസിനും നാട്ടുകാർക്കും കടുത്ത വിമർശനവുമുണ്ട്. വനപാലകർക്കെതിരെയാണ് ആ വിമർശനം. വനപാലകർക്ക് വാനരന്മാരെ പരിപാലിക്കാൻ നേരമില്ലാത്ത പോലെയാണ് പെരുമാറിയതെന്നാണ് ഇവരുടെ വിഷമം. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.